അസ്സലാമു അലൈക്കും. ഒരു സംശയം. 3 തവണ നിസ്കാരത്തിൽ ശരീരം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. എന്നാൽ ഒരു കൊതുകിനെയൊക്കെ ആട്ടാൻ വേണ്ടി ഒരു കൊതുകിനെ ആട്ടാൻ 3 തവണ നിസ്കാരത്തിൽ അനങ്ങി. അതായത് അത് 3 തവണ അനങ്ങിയാൽ മാത്രമേ ആ കൊതുക് പോകൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 3 തവണയിലേറെ നിസ്കാരത്തിൽ അനങ്ങിയാൽ, തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുമോ എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം. ഉത്തരം ഇതാണ്. ശ്രദ്ധയോടെ ഫുള്ള് കേൾക്കണം. 3 പ്രാവശ്യത്തിലേറെ തുടർച്ചയായി ശരീരം അനങ്ങിയാൽ, 3 പ്രാവശ്യമോ അതിലേറെയോ ശരീരം അനങ്ങിയാൽ, തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. അതിൽ സംശയവുമില്ല. പക്ഷേ കൊതുക് പോലെയുള്ളതിൻ്റെ ശല്യം വല്ലാതെ ഉണ്ടാകുന്ന സമയത്ത് അനുവദിക്കുന്ന ഒരു രൂപം പറയുന്നുണ്ട്. മഹാനായ ബഅലവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിഗയയിൽ പറയുന്നുണ്ട്. 531 പേജ്. ലറൂറത്തിൻ്റെ ഒരു സാഹചര്യമായതുകൊണ്ട്, അതായത് കൊതുക് നമ്മളെ വല്ലാതെ ശല്യം ചെയ്യുന്നു, ആ കൊതുകിനെ 3 തവണ ആട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ 3 തവണ ശരീരം അനങ്ങുന്ന രൂപത്തിൽ അതിനെ ആട്ടിയാൽ മാത്രമേ അത് പോകൂ. നിസ്കാരത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുമുണ്ട് ആ കൊതുകിനെ കൊണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ പ്രാണികളെ കൊണ്ടോ മറ്റൊക്കെ. അങ്ങനത്തെ സമയത്ത് ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യമായതുകൊണ്ട്, ലറൂറത്തിൻ്റെ സാഹചര്യമായതുകൊണ്ട് അങ്ങനെ 3 തവണ ആട്ടി എന്നുള്ളത് കൊണ്ട് നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല. എന്നിട്ട് മഹാനവറുകൾ അവിടെ കിതാബിൽ പറയുന്നത് നഖൽ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കൃത്യമായി വീണ്ടും കേട്ട് മനസ്സിലാക്കണം. അല്ലാഹു അലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും.